രാവിലെ ചേച്ചി വിളിച്ചിരുന്നു. ഫിക്സഡ് ഡെപ്പോസിറ്റായി അച്ഛൻ്റെ അക്കൗണ്ടിൽ കിടന്ന 10 ലക്ഷം രൂപ അത്യാവശ്യമായി തനിക്ക് വേണമെന്ന് പറയാനായിരുന്നു പതിവില്ലാതെ ആ വിളി. നിനക്കും കൂടിയുള്ളതാണെന്ന് അച്ഛൻ പറഞ്ഞു. നീ സമ്മതിച്ചാലേ തരൂ. തിരിച്ചു തരാടി. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കാര്യമായതുകൊണ്ടാണ്. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. തരാന്ന് അച്ഛനോട് പറയടി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് മറുപടിയായി പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്റെ 5 ലക്ഷം 2 വർഷത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ടും എൻ്റെ മൗനം മുറിഞ്ഞില്ല. എന്തെങ്കിലും ഒന്ന് മൊഴിയൂ രാജിയെന്ന് അവൾ കാറിയപ്പോൾ അച്ഛനോട് പറയാൻ ചേച്ചിയെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലത് വലിയ ഉപകാരമായിരിക്കുമെന്ന് കൂടി ചേർത്തിട്ടാണ് അവൾ ഫോൺ കട്ട് ചെയ്തത്. എന്നിട്ട് നീ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞോ? കാര്യം അറിഞ്ഞ അശോകേട്ടൻ രാത്രിയിൽ ചോദിച്ചതാണ്. അപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു. അശോകേട്ടന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അണഞ്ഞ ബൾബിനെ വീണ്ടും തെളിയിച്ച് നീ ഇത് എന്ത് പണിയാടി കാണിച്ചതെന്ന് അങ്ങേര് പറയില്ലായിരുന്നല്ലോ. ഉണ്ടാകുമ്പോൾ അവൾ തിരിച്ചു തരും. 2 കൊല്ലത്തിനുള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ വെളിച്ചത്തിൽ കണ്ണുകളടച്ച് ഞാൻ കിടന്നു. കിട്ടും കിട്ടും, നോക്കിയിരുന്നു. കണ്ണുകളെ കുറച്ചുകൂടി മുറുക്കിയെന്നല്ലാതെ എനിക്ക് യാതൊന്നും പ്രതികരിക്കാൻ തോന്നിയില്ല. ഫാനിൻ്റെ കറക്കത്തോടൊപ്പം അശോകേട്ടൻ്റെ ശ്വാസത്തിൻ്റെ താളം മാത്രം കേൾക്കാം. 5 ലക്ഷം ദാനം കൊടുത്തിട്ട് കിടക്കുന്നത് കണ്ടില്ലേ? ഒറ്റ ചവിട്ടിന് തറയിലേക്കിടണം. എന്നാൽ ചവിട്ടെന്നും പറഞ്ഞ് ഞാൻ കണ്ണുകൾ തുറന്ന് തല ഉയർത്തി. ശബ്ദം കനത്തിലായതുകൊണ്ട് അങ്ങേര് മറ്റൊന്നും മിണ്ടാതെ ലൈറ്റ് ഓഫ് ചെയ്ത് മലർന്നു കിടന്നു. ശേഷം എനിക്കെതിരായി തിരിഞ്ഞു. എന്നാലും രാജിയെ, 5 ലക്ഷം വെറുതെ കളഞ്ഞല്ലോ നീ. ബുദ്ധിയുള്ള ആരെങ്കിലും തിരിച്ചു തരുമോ? ചോദിച്ചാ നിന്റേതല്ലോ, അച്ഛൻ്റെ പണമായിരുന്നില്ലേ എന്ന് പറയും. അടുത്തെങ്ങാനും നിന്റെ അച്ഛൻ തട്ടിപ്പോയാൽ ആ പണം ഒരു കാലത്തും കിട്ടില്ല. കേട്ടപ്പോൾ എനിക്ക് ദേഷ്യമാണ് തോന്നിയത്. കൂടുതൽ കനത്തിൽ സംസാരിച്ചാൽ അടുത്ത മുറിയിലെ മക്കളിലേക്ക് എത്തുമോ എന്ന കരുതൽ കൊണ്ട് ഞാൻ ഒച്ച വെച്ചില്ല. എല്ലാവരും അശോകേട്ടനെ പോലെയല്ല. പതിയാണ് പറഞ്ഞതെങ്കിലും കനത്തിൽ തന്നെ അങ്ങേരിൽ അത് കൊണ്ടു. അതുകൊണ്ടാകണം മുഖം മറയ്ക്കുന്ന വിധം പുതപ്പ് വലിച്ചത്. പിന്നീട് ഞാനും യാതൊന്നും മിണ്ടിയില്ല. കൂടുതൽ സംസാരിച്ചാൽ സ്വന്തം ചേട്ടനെ പറ്റിച്ച് വസ്തു തട്ടിയെടുത്ത കഥ കൂടി ഞാൻ പറയുമായിരുന്നു. നഗരത്തിൻ്റെ കണ്ണായ സ്ഥലത്തുണ്ടായിരുന്ന 3 സെന്റിൽ നിറയെയുള്ള കടമുറിയായിരുന്നു അത്. സഹോദരൻ ഗൾഫിൽ പോയ കാലത്ത് അച്ഛനെ സൂത്രത്തിൽ കൈക്കലാക്കി അശോകേട്ടൻ നേടിയതാണ് ആ മുറി. പരമ്പരാഗത സ്വത്തൊന്നും അല്ലാത്തതുകൊണ്ട് അച്ഛനെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് ലോൺ എടുക്കുകയും പിന്നീട് തന്ത്രപരമായി സ്വന്തം പേരിലേക്ക് മാറ്റുകയും ചെയ്തു. ഇപ്പോഴെന്തായി? നീയല്ലേ പറഞ്ഞത് 2 വർഷത്തിനുള്ളിൽ നിന്റെ ചേച്ചി തിരിച്ചു തരുമെന്ന്? ഞാൻ പറഞ്ഞില്ലേ, പണത്തിൻ്റെ ആവശ്യം അറിയുന്ന മനുഷ്യരെല്ലാവരും എന്നെപ്പോലെ മാത്രമേ ചിന്തിക്കൂ രാജി. അശോകേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആ സംഭവം കഴിഞ്ഞിട്ട് 2 വർഷമായതെന്ന് ഞാൻ അറിയുന്നത്. ശരിയാണ്, 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ കാലയളവിൽ പല തവണകളിലായി സംസാരിച്ചിട്ടുണ്ടെങ്കിലും പണത്തിൻ്റെ കാര്യമൊന്നും ഞാനും ചേച്ചിയും പരസ്പരം സൂചിപ്പിച്ചിരുന്നില്ല. ചോദിക്കുന്ന അശോകേട്ടൻ പലപ്പോഴും നിർബന്ധിച്ചെങ്കിലും എനിക്കതിന് തോന്നിയില്ല. അതിന് മാത്രം ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് കാരണം. ഏത് സാഹചര്യത്തിലും തനിക്ക് എന്ത് ലാഭമെന്ന് ചിന്തിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർ തന്നെയാണ് ഭൂമിയിൽ കൂടുതലെന്ന് ആരും പറയാതെ തന്നെ എനിക്കറിയാം. കെഞ്ചലും കണ്ണീരുമായി കൈ നീട്ടി വാങ്ങുന്ന പണം പോലും ഉണ്ടായിട്ടും പലരും തിരിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ പണത്തിനുമപ്പുറം ബന്ധങ്ങൾക്കാണ് മൂല്യമെന്ന് കരുതുന്ന ചുരുക്കം ചിലരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മനുഷ്യരെന്നേ പരസ്പരം തമ്മിലടിച്ച് നശിക്കുമായിരുന്നു. നീ ആരാടാ എന്നെ ഭീഷണിപ്പെടുത്താൻ? കാശിൻ്റെ കാര്യത്തിൽ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്, മരിച്ചു പോയ നമ്മുടെ അച്ഛനെ തിരിച്ചു കൊണ്ടുവാ. അച്ഛൻ ഇഷ്ടത്തോടെ എനിക്ക് തന്നതാണ്. കേട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ചേട്ടനുമായുള്ള അശോകേട്ടൻ്റെ ഫോണിലൂടെയുള്ള വാക്പോര് ഈയിടെയായി ഇവിടെ പതിവാണ്. ഗത്യന്തരമില്ലാതെയാണ് ആ മനുഷ്യനിങ്ങനെ വിളിക്കുന്നത്. കട നീ എടുത്ത സ്ഥിതിക്ക് കുറച്ച് പണമെങ്കിലും തരുമോ എന്ന് തുടങ്ങിയ സ്ഥിരം സംസാരമായിരിക്കും. കയ്യിൽ പണമുണ്ടെങ്കിലും അശോകേട്ടൻ ആർക്കും ഒന്നും കൊടുക്കില്ല. ആ ഫോൺ സംഭാഷണം നിന്നപ്പോൾ പറഞ്ഞു വെച്ചതുപോലെയാണ് കോളിംഗ് ബെല്ലടി ഉയർന്നത്. കതകു തുറന്ന അശോകേട്ടൻ്റെ മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ല. നോക്കുമ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. കൂടെ പുള്ളിക്കാരത്തിയുടെ ഭർത്താവുണ്ട്. നിനക്കൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞ് നീണ്ട ചേച്ചിയുടെ കൈകളിൽ പിടിച്ച് നിനക്കും യാതൊരു മാറ്റവും ഇല്ലെന്ന് ഞാനും പറഞ്ഞു. ചേച്ചിയും ഭർത്താവും ഇരിക്കും മുമ്പേ ഇതുവഴി പോകുന്ന വഴിക്ക് കയറിയതായിരിക്കും അല്ലേ എന്ന് അശോകേട്ടൻ അവരോട് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞ ചേച്ചി തൻ്റെ ബാഗ് തുറന്ന് ഒരു പൊതി പുറത്തേക്ക് എടുക്കുകയായിരുന്നു. അത് എനിക്ക് നേരെ നീട്ടുമ്പോൾ 6 ലക്ഷം ഉണ്ടെന്നും ചേച്ചി പറഞ്ഞു. നീ എന്താണ് നോക്കി നിൽക്കുന്നേ? വീട്ടിൽ കയറി വന്നവർക്ക് ചായ കൊടുക്കടി.
അശോകേട്ടൻ്റെ കണ്ണുകളിലെ സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു. ചേച്ചിയോടും ഭർത്താവിനോടും ഇഷ്ടത്തോടെ അങ്ങേര് സംസാരിക്കാൻ തുടങ്ങി. ഇടയിൽ എപ്പോഴോ അവൾ ഒരു കാര്യം പറഞ്ഞു. ചായയുമായി ഹാളിലേക്ക് എത്തുമ്പോഴാണ് ഞാനത് കേട്ടത്. ഇവളന്ന് ഇത് തന്നില്ലായിരുന്നെങ്കിൽ ആകെ പെട്ടുപോയനെ. ആരെങ്കിലും ചെയ്യോ? പണമെന്ന് വന്നാൽ പിന്നെ ആർക്കും കുടുംബവും വേണ്ട, ബന്ധവും വേണ്ട. സ്വന്തം രക്തത്തെ പറ്റിച്ചിട്ടായാലും സമ്പാദിക്കണമെന്നേ ഉള്ളൂ. ശരിയല്ലേ അശോക? അശോകേട്ടൻ്റെ കഥകളൊന്നും അറിയാത്ത ചേച്ചിയുടെ ആ പറച്ചിലും ചോദ്യവും കൊള്ളേണ്ട ഇടത്ത് തന്നെ കൊണ്ടുവെന്നാണ് തോന്നുന്നത്. എല്ലാവരും തന്നെ പോലെയല്ല എന്ന് അങ്ങേർക്കിപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞ് കുനിഞ്ഞ തലയുമായി അശോകേട്ടൻ മുറിയിലേക്ക് പോകുമായിരുന്നില്ലല്ലോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.